ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴയ ഷർട്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കുകയാണ്. 2 മുതൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്കാണ് ഇവിടെ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പഴയ ഷർട്ട് ഇതുപോലെ ഒന്ന് നിർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത് 22 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ പോക്കറ്റ് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വശത്ത് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് മടക്കാം. എന്നിട്ട് ഇനി അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വീതി 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കാം. ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ, വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. അതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൈക്കുഴി 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ചെസ്റ്റിൻ്റെ വീതി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വരക്കാം. അടിഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ എടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ 2 സൈഡ് ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡറാണ് അടിച്ചെടുക്കുന്നത്. തുണിയുടെ 2 ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിൽ വെച്ചാട്ടോ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്ത് കൈഭാഗത്തും അതുപോലെ നെക്കിലും അടിച്ചെടുക്കാം കേട്ടോ. കൈഭാഗത്തും അതുപോലെ നെക്ക് ഭാഗത്തും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.